ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ ബ്ലോഗിലേക്ക് സ്വാഗതം. പിന്നെ നമുക്ക് ഇന്ന് വൈകുന്നേരം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. എല്ലാ പണികളും നമ്മളെ കഴിഞ്ഞു. നമ്മൾ വൈകുന്നേരത്തിൽ ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ കാലത്തെ കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ വെന്തിട്ടുണ്ടാക്കി നമ്മൾ സബോളയും തക്കാളിയും വാട്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മിലക്കൂട്ടി വിടുന്ന ഭയങ്കര കാർട്ടൂൺ കാണാൻ കേട്ടോ. കുഴപ്പമില്ല, അപ്പം മിണ്ടാണ്ടിരുന്നോളും. ഞാൻ ഇരിക്കുന്നുണ്ട്, നല്ല കുട്ടിയായിട്ട് അങ്ങനെ വാശി പിടിക്കായിരുന്നു, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഇരുന്നപ്പോൾ നല്ല കുട്ടി പിന്നെ കുട്ടീനെ വിളിക്കുന്നേ കാർട്ടൂൺ കാണാന്ന് പറഞ്ഞേ. എന്നിട്ട് കാർട്ടൂൺ കാണണേ? കാർട്ടൂണിന്റെ പേര് ഹൈഡി പറഞ്ഞേ. അപ്പൊ തന്നെ കാർട്ടൂൺ കണ്ടിരിക്കുന്ന കാലത്ത് തന്നെ അമ്പലത്തിൽ പോയൊക്കെയായിരുന്നു കേട്ടോ. അപ്പൊ അമ്മമ്മേക്കാട്ടിൽ പോയി വന്നു. അപ്പൊ നല്ല ഉറക്കായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പൊ ഇന്ന് വരാൻ ഭയങ്കര മടിയായിരുന്നു അമ്മമ്മേൻ്റെ അടുത്ത് നിന്ന് വരാൻ. കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. വന്നു കഴിഞ്ഞപ്പോ സെറ്റായില്ലേ? സെറ്റായില്ലേ? ഹായ് പറഞ്ഞേ. ഡ്രസ്സ് ഊരിനില്ല. ഇന്ന് അച്ഛൻ വന്നിട്ട് ഇനി എങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇട്ടിരിക്കണ കേട്ടാ. വണ്ടിയിൽ വരുമ്പോൾ ഇടിപ്പിച്ചതാ. തണവല്ലേ നമ്മളിട്ടെല്ലാം വണ്ടിയിൽ വരുമ്പോൾ കാറ്റടിക്കില്ലേ, അപ്പം ഞാൻ ഇട്ട് കൊടുത്തതാ കേട്ടാ. അപ്പം ഇത് ഊരിനില്ല, ഇന്ന് തന്നെ ഇട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശി. ഇനി അച്ഛൻ വന്നിട്ട് എങ്ങനെയും പോകണം, എനിക്ക് എന്തോ വേണം അങ്ങനെ പറയാം. കടയിലൊക്കെ പോയി എനിക്ക് എന്തോ വേണമ്മ, എന്നിട്ട് വേണം, അത് എന്നിട്ടെന്ന് പറയില്ലേ, എന്തോ വേണിട്ട് കിടന്ന് കരയും. അപ്പം ഡ്രസ്സൊക്കെ മാറാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഞാൻ ഡ്രസ്സിൻ്റെ ടാഗൊന്നും ഊരി കളഞ്ഞിട്ട് ചേട്ടാ, ഒന്നിനും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ആ ഡ്രസ്സുമ്പോൾ തൊടാൻ പാടില്ല. അപ്പം തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചേട്ടൻ വരുമ്പോൾ നേരം അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ടാറ്റ പോവാൻ അല്ലേ. എങ്ങടെ പോണീ ടാറ്റ? എങ്ങടെ പോണേ ഉണ്ണി? ഭയങ്കര ബിസിയിലാണ് കാർട്ടൂൺ കാണുന്ന കാരണം. അപ്പം ശല്യപ്പെടുത്താൻ പതിരിപ്പോൾ എൻ്റെ മണ്ടമിട്ടുണ്ടെന്ന് കിട്ടും. അപ്പം ആ ഇരിക്കുന്ന പാട്ട് ഇരുന്നോട്ടെ വിചാരിച്ച് നമുക്ക് നമ്മുടെ പണികൾ ചെയ്യാം. ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. ഒന്നുമില്ലല്ലോ, ട്യൂഷൻ പിള്ളേരില്ല, കെട്ടുന്നറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ലീവാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഈ നേരത്തൊക്കെ അവരുണ്ടാവും. പിന്നെ അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നേരമാവും. അവർ പോകുമ്പോൾ ഒരു 8:45 ആവും. ഇന്നിപ്പോൾ അതില്ലാത്തതാണ് ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പണിയും കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സന്തോഷത്തിലാണെന്ന്. അപ്പോൾ ടാറ്റാ, വീണ്ടും നാളെ കാണാം.